ഹലോ. അങ്ങനെ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ പുറത്തേക്ക് പോകാനായിട്ട് റെഡിയായി. കാറിലേക്ക് കയറി യാത്ര തുടങ്ങി. മോളുടെ ഉമ്മയാണ് ഇരിക്കണ. വാവ ഉമ്മാനോട് സംസാരിച്ചിട്ടൊക്കെ ഇരിക്കണേന്. അങ്ങനെ ഞങ്ങൾ കഥയും വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ പോവുകയാണ്. പോണത് വേറെ സ്ഥലത്തൊന്നുമല്ല, തൃശ്ശൂർ നമ്മുടെ ഹൈലൈറ്റ് മാള് തുടങ്ങിയിട്ടുണ്ടല്ലോ, അവിടെയും അതിൻ്റെ അകത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റിലൊക്കെ ഒന്ന് കയറിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിന്. അപ്പോൾ അതാ ഇറങ്ങണ വഴിയാകെ കുണ്ടും കുഴിയൊക്കെ ആയിട്ടാണ്. പിന്നെ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നല്ല റോഡാണ്. തൃശ്ശൂരിലേക്ക് പോണ വഴി, അന്തിക്കാട് നിന്ന് തൃശ്ശൂരിലേക്ക് പോണ വഴിയാണിത്. നല്ല ഭംഗിയുള്ള വഴിയുണ്ടപ്പോൾ ഞാനത് ഷൂട്ട് ചെയ്തതാണ്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? പാടവും വരമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കാരണം എനിക്കിങ്ങനെ ഇഷ്ടമാണ് അങ്ങനെ പിടിക്കാനായിട്ട്. നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണല്ലോ. പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉണ്ടില്ല, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ അത് കാരണം അങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നതാണ്. പോകാനായിട്ട് ഇറങ്ങിയപ്പോഴേക്കും എല്ലാവരും പറഞ്ഞു അവിടെ ഭയങ്കര തിരക്കാണ്, ബ്ലോക്കാണ്, അങ്ങോട്ട് കടക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും ഞങ്ങൾക്ക് സുഖമായിട്ട് അങ്ങോട്ട് എത്താനും പറ്റി. പിന്നെ മാളിൻ്റെ അകത്തേക്ക് കടക്കുന്ന ഭാഗത്ത് തന്നെ പാർക്കിംഗ് സൗകര്യമുണ്ടായി. അതിനെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചെന്നത് ഫുഡ് കോർട്ടിലോട്ടാണ്. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായി. അപ്പോൾ അത് തന്നെ ഫുഡ് കോർട്ടിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. അവിടെ കയറി ഭക്ഷണമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയത് നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ്. ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റ് കയറി അവിടെ നിന്നും ചുറ്റിക്കറങ്ങി നടന്ന് കണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. കുറേ ഓഫർ ഉണ്ട് എല്ലാ സാധനങ്ങൾക്കും. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്നും പതുക്കെ ഇറങ്ങാമെന്നുള്ള രീതിയിൽ അങ്ങനെ എല്ലാം കണ്ട് ഇറങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല. ഞാൻ ഇതുവരെയും നമ്മുടെ വടക്കുംനാഥ ക്ഷേത്രം കണ്ടിട്ടില്ല. അപ്പോൾ ഒന്ന് വെറുതെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതിനായിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല, പോയിട്ടുമില്ല സ്ഥലത്ത്. കാരണം വേറൊന്നുമല്ല, നമുക്ക് അതിനുള്ള അവസരം കിട്ടിയില്ല. പിന്നെയെന്ന് വെച്ചാൽ എപ്പോഴും ടി വിയിലൂടെയൊക്കെ നമ്മൾ പൂരത്തിൻ്റെ പരിപാടികളൊക്കെ കാണുമ്പോൾ, തൃശ്ശൂർ പൂരം നടക്കുമ്പോൾ അങ്ങനെ കാണാനല്ലാണ്ട് ഇതുവരെയും അങ്ങനെ പോകാനും കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മോളോട് പറഞ്ഞൊന്ന് അവിടെയും കൂടി കയറി കണ്ടിട്ട് നമുക്കൊന്ന് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിന് അങ്ങനെ നമ്മൾ വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആ ഗ്രൗണ്ടിൽ ഇഷ്ടംപോലെ വണ്ടികളൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മളിതാ ഇറങ്ങി. എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. ചുറ്റും ഇങ്ങനെ കണ്ട് ഒരു പ്രത്യേക ഒരു നല്ലൊരു അന്തരീക്ഷമായിരുന്നു അവിടെ. നല്ല തണലുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു ഒരുപാട്. ഞങ്ങൾ അതിൻ്റെ ഒരു തണലിൽ അവിടെ ഒരു ഇതിൻ്റെ ആൽത്തറയുടെ സൈഡിലായിട്ട് പോയിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് രാത്രി നമ്മൾ പിന്നെയും പുറത്തേക്ക് പോവാണ്. അത് അവിടെ അടുത്തുള്ള തൃപ്രയാറ് അടുത്തുള്ളൊരു ബീച്ചിലേക്കാണ് പോണത്. അവിടെ രാത്രി പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ അതൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ആ ബീച്ചിൻ്റെ പേരാണ് കഴിമ്പ്രം കേട്ടോ. നല്ല ഭംഗിയാണ്, എന്തൊരു ഭംഗിയാണ്. നല്ല ഭംഗിയുള്ള സ്ഥലമാണത്. അതിന് കുറേ നേരം അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ എല്ലാവർക്കും ദാഹം ഉണ്ടായത് കാരണം ഞങ്ങൾ കുലുക്കി സർബത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അവിടെ ഓരോരുത്തരിങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടി നമ്മളും ചെന്ന് വാങ്ങി കഴിക്കാൻ വേണ്ടി നിൽക്കണമായിരുന്നു കേട്ടോ.
അപ്പോൾ കുലുക്കി എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ പറഞ്ഞതും കൂടി ഓരോ ഫ്ലേവറും എല്ലാവർക്കും ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഒരു തമാശ ഉണ്ടായിട്ടാ. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര കുലുക്കി പൊക്കി മറിച്ച് എല്ലാവർക്കും എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് പറഞ്ഞത് ബ്ലൂബെറിയുടെ ഫ്ലേവറാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതെടുക്കണേന്ന് അതെടുത്തിട്ട് ഇതാ ഞാൻ കാണിച്ചാൽ എന്താ അവിടെ സംഭവിച്ചതെന്ന് നോക്കിക്കോട്ടെ. എനിക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഈ ചെയ്യുന്നത്. അത് ചെയ്തിട്ട് നോക്കിക്കും എന്താ സംഭവിക്കണമെന്ന്. തെറിച്ച് പോയി കണ്ട, പൊട്ടാണ്ടിരുന്നത് ഭാഗ്യം. തെറിച്ച് പോയിട്ട് പിന്നെ അതെടുത്ത് പിന്നെയും കൂടി കുലുക്കി മറിച്ചിട്ടൊക്കെയാണ് പിന്നെ ഒഴിച്ചു തന്നത്. അങ്ങനെ അത് കുടിച്ച് ഞങ്ങളെല്ലാവരും അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോയി ബീച്ചിലേക്ക്. കാര്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു സംഭവം. അത് അതിൻ്റെ സൈഡിലുള്ള കടകളാണ് കാണുന്നത്. വളക്കടകളും ടോയ്സിൻ്റെയും എല്ലാം ഉണ്ട്. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ പതുക്കെ പിന്നെ അങ്ങാട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അതെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. കുറേ നേരം നമുക്ക് എത്ര സമയം ഇരുന്നാലും ബോറടിക്കാത്തൊരു ബീച്ചാണ്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. എത്ര സമയം ഇരുന്നാലും നമുക്ക് തിരിച്ചു പോകാൻ തോന്നില്ല. അതുപോലെ നല്ല കാറ്റും. ആ സമയത്ത് നല്ലൊരു കാറ്റായിരുന്നു. കുറേ നേരം അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ടാണ് തിരിച്ചു പോയത്. എൻ്റെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസൊക്കെ ചെയ്യുക. എന്നാലേ എനിക്ക് അഭിപ്രായങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ.